ഇപ്പൊ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഇവർ രണ്ടുപേരാണല്ലോ രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ. അവർ മാക്സിമം അവർക്ക് പറ്റാവുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പിടിയിൽ നിന്നൊക്കെ കാര്യങ്ങൾ വളർന്ന് അതിന്റെ അപ്പുറത്തേക്ക് ഇത് വിശ്വരൂപം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പൊ പൊതുജനങ്ങൾ കൂടി ഇറങ്ങിയാൽ മാത്രമേ ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ, ഇതൊന്ന് പിടിച്ചു കെട്ടാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഏതാണ്ട് കണക്ക് നോക്കുമ്പോൾ 14 മാതാപിതാക്കളാണ് മരിച്ചത് ഈ 4 മാസം കൊണ്ട് കേരളത്തിൽ മാത്രം. ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള മക്കളുടെ കൈ കൊണ്ട്. കാരണം ശിക്ഷ സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ട്. ഇപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്ന ആ ആക്ട് വളരെ ശക്തമാണ് സത്യത്തില്. പക്ഷെ അതിനകത്തുള്ള ചെറിയ 1-2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MDMA ആണെങ്കിൽ 5 ഗ്രാമിൽ താഴെയാണെങ്കിൽ പിന്നെ ജാമ്യം കിട്ടും, സ്റ്റേഷൻ ജാമ്യം കിട്ടും. അതേപോലെ കഞ്ചാവാണെന്നുണ്ടെങ്കിൽ 1 കിലോയിൽ താഴെയാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടും. അപ്പോൾ ഈ നിയമങ്ങളൊന്നും മാറ്റിയാൽ തന്നെ ജാമ്യം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. പാഠപുസ്തകങ്ങളിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എഴുതി അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ സംഘടനയുടെ പേര് തന്നെ എഴുതി അയച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടവർക്ക്. നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും ചെറുപ്പക്കാരും കൈകോർത്ത് പിടിക്കേണ്ട ഒരു അവസരം ഉണ്ടായത് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളത് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഇത്രയും കുഴപ്പം പിടിച്ച സാധനങ്ങളാണെന്നും പെട്ടുപോയാൽ ചിലപ്പോൾ ജീവിതം തന്നെ തൊലയും. ഇപ്പൊ വലിയ രീതിയിലുള്ള ഇപ്പൊ MDMA ഒക്കെ ആയിട്ട് പിന്നെ സൗദിയിലോ സിംഗപ്പൂരോ എവിടെയെങ്കിലൊക്കെ ചെന്ന് പെട്ടാൽ തല ഉണ്ടാവില്ല. യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. പൊന്നുമക്കളെ, ഈ നിമിഷ നേരത്തെ ലഹരിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം, കാരണം നിങ്ങൾക്ക് ഇപ്പൊ MDMA പറ്റി അറിയാലോ, ഒരു 4-5 കൊല്ലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തനി ഭ്രാന്താണ്. അമ്മയെ കൊല്ലുന്ന മക്കളാകരുത്. സമൂഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം വീട്ടുകാർ വെറുക്കുന്ന എത്രയോ പേര് അമ്മമാര് മക്കളെ പോലീസിനെ പിടിപ്പിച്ച് നമ്മൾ കഥകൾ കണ്ടുവരുന്നു. അപ്പൊ ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കുടുംബത്തിനെ എത്തിക്കരുത്. നിങ്ങൾ സ്വയവും നിങ്ങൾക്ക് കൂടി വന്നാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു 10-20 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഈ സാധനം ഉപയോഗിച്ചാൽ 30 വയസ്സിൽ കൂടുതൽ നിങ്ങൾ ജീവിക്കില്ല. ശാരീരികമായിട്ടുള്ള ബാക്കിയുള്ള അസുഖങ്ങൾ വന്ന് നിങ്ങൾ മരിച്ചു പോകും. അപ്പോൾ ഇത്തരം ഒരു ഇഞ്ചിഞ്ചായിട്ടുള്ള ആത്മഹത്യ നിങ്ങളിലായിരിക്കും നിങ്ങൾ ഒരു കാരണവശാലും പോകരുത്. കാരണം വളരെ സുന്ദരമായിട്ടുള്ള ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുള്ള സമയത്തോളം സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് അവസരം ഉണ്ടാവണം. നൈമിഷികമായിട്ടുള്ള ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്രലോഭനങ്ങളിൽ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.